ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, ഇന്ന് നമ്മൾ എക്സസൈസ് 3.2 കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ വാട്ട് വാല്യൂ ഓഫ് പി ഡസ് ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ 4x plus py plus 8 equal to 0, 2x plus 2y plus 2 equal to 0 has unique സൊല്യൂഷൻ. അതായത് നമുക്ക് ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷനകത്തു നിന്ന് നമുക്ക് പി എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് യുണീക് സൊല്യൂഷൻ എന്ന ഒരു കണ്ടീഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം യുണീക് സൊല്യൂഷൻ. ഫോർ യുണീക് സൊല്യൂഷന്റെ കണ്ടീഷൻ ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ? Yes, a1 by a2 not equal to b1 by b2 എന്നതാണ് നമ്മളുടെ ഇക്വേഷൻ അല്ലെ. നോക്കിക്കേ, ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് a1 എന്ന് പറഞ്ഞാൽ 4 ആണ്, a2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, അപ്പൊ 4 by 2 not equal to b1 by b2. b1 is p, b2 2. That not equal to p by 2 എന്ന് എഴുതാൻ പറ്റും. 4 by 2, 4 divided by 2 എന്ന് പറഞ്ഞാൽ എന്താണ്? Yes, 4 by 2 is 2. That is not equal to p by 2. ഇനി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഓക്കെ, 2 into 2 4 not equal to p എന്ന് നമുക്ക് കിട്ടും. ഇത് വേണമെങ്കിൽ നമുക്ക് തിരിച്ചെഴുതാം. p not equal to 4 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഈ ഒരു ഇക്വേഷനിൽ പി എന്ന് പറയുന്ന വാല്യൂ 4 വരില്ല. 4 അല്ലാതെ നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് പിക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ളതുകൊണ്ട് പറയാം നമുക്കറിയാം ഈ ഒരു ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആണോ? യെസ്, ദിസ് ഇക്വേഷൻ ഈസ് കൺസിസ്റ്റന്റ്. ദ ഇക്വേഷൻ ഈസ് കൺസിസ്റ്റന്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2 ആണെങ്കിൽ ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാം ഇതിന് p എന്ന് പറയുന്ന വേരിയബിളിന് 4 അല്ലാത്ത വേറെ ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ what value of k does the pair of linear equation kx plus 3y minus k minus 3 equal to 0, 12x plus ky minus k equal to 0 have infinitely many solution? നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് k യുടെ വാല്യൂ കണ്ടുപിടിക്കണം. കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്നാണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. എങ്കിൽ നമുക്കറിയാം ഫോർ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിൽ ഇക്വേഷൻ എന്തായിരുന്നു? യെസ്, a1 by a2 equal to b1 by b2 equal to c1 by c2. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, നമുക്ക് ഇത് വെച്ച് ഇനി പ്രോബ്ലം ചെയ്യാം. നോക്കിക്കേ, നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് a1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? യെസ്, k ആണ് അല്ലെ. അപ്പം k by a2 എന്ന് പറഞ്ഞാൽ 12 equal to b1 3 by b2 k equal to c1 minus of k minus 3 by c2 minus k ആണ്. ഇവിടെ നമുക്ക് മൈനസും മൈനസും കട്ടാക്കി നമുക്കിവിടെ k minus 3 by k എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിത് ഇക്വേറ്റ് ചെയ്യാം. ആദ്യം ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് ഇതും ഇക്വേറ്റ് ചെയ്യുക. നോക്കിക്കേ, ഫസ്റ്റ് നമ്മൾ k by 12 equal to 3 by k എന്ന് എഴുതാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. k square equal to
12 into 3, 36. Then k equal to root of 36. Root 36 എത്രയാണ്? Yes, 6 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ അടുത്തത് ഇക്വേറ്റ് ചെയ്യാൻ പോവുകയാണ്. 3/k equal to k minus 3/k എന്ന് എഴുതാൻ പോകുകയാണ്. ഓക്കെ, നോക്കിക്കേ, ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. 3k equal to k into k minus 3. Okay, then 3k equal to k into k square, k into minus 3 minus 3k എന്ന് എഴുതാം. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് ഈ ഇക്വേഷനിനകത്ത് നമുക്ക് k ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് ഈ k സ്ക്വയർ മൈനസ് 3k ഈക്വൽ ടു 3k ഞാനൊന്ന് സൈഡ് തിരിച്ച് എഴുതി. ഓക്കെ, ഇനി k സ്ക്വയർ മൈനസ് 3k, ഈ പ്ലസ് 3k നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. ഈക്വലിന്റെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പം അതിൻ്റെ സൈൻ എന്താകും? മൈനസ് 3k ഈക്വൽ ടു 0 എന്ന് കിട്ടും. നോക്കിക്കേ, ഇവിടെ മൈനസ് 3k രണ്ടും നെഗറ്റീവാണ്. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇടും അല്ലെ. അപ്പൊ നമുക്കിവിടെ k സ്ക്വയർ മൈനസ് 3 പ്ലസ് 3 6 ആണ്. 6k ഈക്വൽ ടു 0 എന്ന് എഴുതാം. വീണ്ടും നമുക്ക് k സ്ക്വയർ ഈക്വൽ ടു 6k എന്ന് എഴുതാം, കാരണം ഇത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ദെൻ k ഈക്വൽ ടു, ഈ k സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം k ഇൻറ്റു k ആണ് k സ്ക്വയർ അല്ലെ, ഈക്വൽ ടു 6k. k മാത്രം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 6k ഈ ഒരു k റൈറ്റിലേക്ക് വരുമ്പോൾ ബൈ k ആയി. ഈ kയും ഈ kയും ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് k ഈക്വൽ ടു 6 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇങ്ങനെ മൂന്നും ഈക്വൽ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു കണ്ടീഷൻ മാത്രം ചെയ്താലും മതി കേട്ടോ. രണ്ടും ചെയ്താലും നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. കെയുടെ വാല്യൂ നമുക്ക് 6 എന്ന് പറഞ്ഞാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ പറയാം ഈ സിസ്റ്റം, ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആണ്, അതുപോലെ കെയുടെ വാല്യൂ 6 ആണ്. ഓക്കെ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. സോൾവ് the equation 2x plus y equal to 2, 2y minus x equal to 4. Graphically, what is the area of the triangle formed by the two lines and the line y equal to 0? അതായത് നമുക്ക് ഈ ലീനിയർ ഇക്വേഷന്റെ ഗ്രാഫ് വരയ്ക്കണം. ഗ്രാഫ് വരച്ചു കഴിയുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ അവിടെ ഫോം ചെയ്യും. ആ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമുക്ക് പോയിന്റ്സ് വേണം അല്ലെ. എക്സിലും വൈയിലും പോയിന്റ്സ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കാം, ഫസ്റ്റ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2x പ്ലസ് വൈ ഈക്വൽ ടു 2. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ അല്ലെ. ഈ ഇക്വേഷനകത്ത് നമ്മൾ എക്സിന് വാല്യൂ കൊടുത്ത് വൈ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഞാൻ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പം എക്സിന്റെ പ്ലേസിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഇൻറ്റു 1 പ്ലസ് വൈ ഈക്വൽ ടു 2 എന്ന് എഴുതും. 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 പ്ലസ് വൈ ഈക്വൽ ടു 2. Therefore y ഈക്വൽ ടു, റൈറ്റ് സൈഡിൽ നമുക്ക് ഓൾറെഡി ഒരു 2 ഉണ്ട്. ഈ 2 നമ്മൾ റൈറ്റിലേക്ക് എടുത്തുകൊണ്ട് വരും. റൈറ്റിലേക്ക് വരുമ്പോൾ അതിന്റെ സൈൻ ചേഞ്ച് ചെയ്യും, മൈനസ് 2 എന്നായി. ദെൻ 2 മൈനസ് 2 ഈക്വൽ ടു 0. അപ്പം നമ്മൾ എക്സിന് 1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് y എന്താണ് കിട്ടിയത്? 0 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇനി ഞാൻ എക്സിന് 0 കൊടുക്കാൻ പോവുകയാണ്. x ഈക്വൽ ടു 0. ഓക്കെ, ദെൻ വി ഹാവ് ടു റൈറ്റ് 2 ഇൻറ്റു 0 പ്ലസ് y ഈക്വൽ ടു 2 എന്ന് കിട്ടും. Then 2 into 0, 0 ആണ്. Then 0 plus y equal to 2 എന്ന് കിട്ടി. Therefore y equal to 2 എന്ന് നമുക്ക്
ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ എക്സിന് 0 കൊടുത്തപ്പം എനിക്ക് y 2 കിട്ടി. ഇനി ഞാൻ എക്സിന് 2 കൊടുക്കാൻ പോവുകയാണ്. എക്സിന് 2 കൊടുത്തു. then 2 into 2 plus y equal to 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി 2 into 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 plus y equal to 2. then y equal to, ഇവിടെ ഓൾറെഡി ഒരു 2 ഉണ്ട്. ഈ 4 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -4 ആയി. 2 minus 4. 2 minus 4 is -2. അപ്പം വൈയുടെ വാല്യൂ നമുക്ക് -2 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് 3 പോയിന്റ്സ് മതി പ്ലോട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്കിതൊരു ബോക്സിൽ എഴുതാം. എക്സ് വൈ, എക്സിന് 1 കൊടുത്തപ്പം വൈ 0 ആണ്. എക്സിന് 0 കൊടുത്തപ്പം വൈ 2 ആണ്. എക്സിന് 2 കൊടുത്തപ്പം വൈ -2 ആണെന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടി. നമുക്കിതൊരു ബോക്സിൽ വരയ്ക്കുന്ന, അപ്പം നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പം ഇത് നോക്കി വരയ്ക്കാനായിട്ട് എളുപ്പമുണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇക്വേഷനും കൂടി ഉണ്ട് അല്ലേ. 2y മൈനസ് എക്സ് ഈക്വൽ ടു 4 എന്ന നമുക്കൊരു ഇക്വേഷനും കൂടെ നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ എക്സിന് ആദ്യം 0 കൊടുക്കാം. എക്സ് ഈക്വൽ ടു 0 കൊടുക്കുന്നു. then 2y, വൈക്ക് ചേഞ്ച് ഒന്നുമില്ല, നമ്മൾ എക്സിന്റെ പ്ലേസിലാണ് 0 കൊടുക്കുന്നത്. അപ്പൊ 2y മൈനസ് 0 ഈക്വൽ ടു 4. then 2y ഈക്വൽ ടു, ഈ 0 റൈറ്റിലേക്ക് വരുമ്പോൾ പ്ലസ് ആയി. 4 പ്ലസ് 0 4 എന്ന് കിട്ടി. therefore y ഈക്വൽ ടു 4. ഈ 2 റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ yes by 2y, then y ഈക്വൽ ടു 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ എക്സ് 0 കൊടുത്തപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ 2 ആണ് കിട്ടിയത്. ഇനി ഞാൻ എക്സിന് -4 കൊടുക്കുന്നു. -4 നോക്കിയാൽ നമ്മുടെ ഇക്വേഷൻ വരുന്നത് 2y മൈനസ്, ഓൾറെഡി നമ്മുടെ ഇക്വേഷനകത്ത് ഒരു മൈനസ് ഉണ്ട്. വീണ്ടും ഞാൻ എക്സിന് ഒരു മൈനസ് കൊടുക്കുന്നു. അതൊരു ബ്രാക്കറ്റിൽ കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കും. ഓക്കെ, then 2y, 2 മൈനസ് വന്നു കഴിഞ്ഞാൽ എന്താവും? യെസ്, പ്ലസ് ആകും. +4 ഈക്വൽ ടു 4. then 2y ഈക്വൽ ടു 4. ഈ +4 അതിലേക്ക് വരുമ്പോൾ -4 ആയി 0 കിട്ടും. then y ഈക്വൽ ടു 0/2. 0/2 ഈസ് 0. അപ്പം എക്സിന് -4 കൊടുത്തപ്പം y 0 ആണ് കിട്ടിയത്. ഇനി ഞാൻ എക്സിന് 2 കൊടുക്കുന്നു. നോക്കിയേ, 2y മൈനസ് 2 ഈക്വൽ ടു 4 എന്ന് കിട്ടി. then 2y ഈക്വൽ ടു 4. ഈ -2 റൈറ്റിലേക്ക് വരുമ്പോൾ +2y, that is equal to 6 എന്ന് കിട്ടി. then y ഈക്വൽ ടു 6/2, that is equal to 3 എന്ന് കിട്ടി. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് എക്സിന് 2 കൊടുത്തപ്പം വൈയുടെ വാല്യൂ നമുക്ക് 3 ആണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത് ഒരു ബോക്സിലേക്ക് പ്ലോട്ട് എഴുതാം. എക്സ് വൈ, എക്സിന് 0 കൊടുത്തപ്പം y 2 ആണ്. എക്സിന് -4 കൊടുത്തപ്പം y 0 കിട്ടി. ഇനി എക്സിന് 2 കൊടുത്തപ്പം y 3 എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യേണ്ട പോയിന്റ്സ്. ഓക്കെ, നമുക്ക് ഗ്രാഫിൽ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഓക്കെ, ഇവിടെ നമുക്ക് ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്കിനും നോക്കിക്കേ, നമ്മുടെ എക്സ് ആക്സിസ് നമുക്ക് 2 വരെ മതി അല്ലെ. വൈ ആക്സിസ് ആണെങ്കിൽ 3 വരെ. അതാണ് ലാർജസ്റ്റ് വന്നിരിക്കുന്ന നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ പോയിന്റ്സ് എടുത്തേക്കുന്നത് 1 2 3 എന്ന് പറഞ്ഞാണ് എക്സ് ആക്സിസ് എടുത്തേക്കുന്നത്. അതായത് എക്സ് ഡാഷ് എന്ന് പറയുന്ന ആക്സിസിൽ, എക്സ് ഡാഷിൽ നമുക്ക് -4 വേണം. അപ്പൊ ഞാൻ -5 വരെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. മുകളിലേക്ക് നമുക്കൊരു 3 ഇവിടെ അവരെ ആവശ്യമുള്ളൂ, കാരണം ലാർജസ്റ്റ് വാല്യൂ y വന്നേക്കുന്നത് 3 ആണ്. താഴെ നെഗറ്റീവിലേക്ക് നമുക്കൊരു -2 ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഒരുപാട് കുട്ടികൾക്ക് സംശയമുള്ളതാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. നോക്കിയേ, 1 0 എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എക്സ് ആക്സിസിലാണ് ഈ 1 കണ്ടുപിടിക്കേണ്ടത്. എക്സ് ആക്സിസ് നോക്കിക്കേ, നമ്മുടെ 1 ഇതാണ് നമ്മുടെ എക്സ് ആക്സിസിലെ 1. വൈ ആക്സിസ് നോക്കിയ 0 ആണ്. വൈ ആക്സിസ് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ വരുള്ളൂ, കാരണം y 0 ആണെങ്കിൽ നമ്മുടെ പോയിന്റ് വരുന്നത് എക്സ് ആക്സിസിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ 1 0 എന്ന് പറയുന്നത്. എപ്പോഴും എടുക്കുമ്പോൾ എക്സ് കോർഡിനേറ്റ് വേണം ആദ്യം നമ്മൾ എടുക്കാനായിട്ട്. ഓക്കെ,
നെക്സ്റ്റ് പോയിന്റ് നോക്കി 0, 2. 0 എന്ന് പറയുന്ന എക്സ് ആക്സിസിലാണ്. ഇതാണ് നമ്മുടെ സീറോയുടെ പ്ലേസ് അല്ലെ. ഇതാണ് 0. 2 എന്ന് പറഞ്ഞ വൈ ആക്സിസ് നോക്കിയത് ഇതാണ്. 0, 2 ഇവിടെ തന്നെയാണ് വരുന്നത്. കാരണം എക്സ് 0 ആണെങ്കിൽ അതിന്റെ പോയിന്റ് എവിടെ വരും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെസ്, വൈ ആക്സിസിലായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് 2, -2. 2, -2 വന്നു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ 2, അതുപോലെ തന്നെ വൈ ആക്സിസിൽ -2. ഇത് കണ്ട, ഇതിന്റെ നേരെ 2വിന്റെ താഴെ നെഗറ്റീവിന് 2വിന് നേരെയായിട്ട് വേണം 2 - 2 എടുക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയ എങ്ങനെയാന്നുള്ളത്? ഓക്കെ, അപ്പൊ നമ്മൾ 2 - 2 അടയാളപ്പെടുത്തുമ്പോൾ എക്സ് ആക്സിസിൽ ആദ്യം 2 എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കുക, അത് ഇങ്ങ് പോരുക. അതായത് വൈ ആക്സിസിൽ -2, അതിന്റെ നേരെ 2 - 2. ഇതാണ് 2 - 2 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. ഓക്കെ, എപ്പോഴും നമ്മുടെ എക്സ് കോർഡിനേറ്റ് വേണം ആദ്യം എടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 3 പോയിന്റ്സ് കിട്ടി. 0, 2, 1, 0, 2 - 2. ആ ലൈൻ നമ്മൾ ആ 3 പോയിന്റിനെയും കൂടെ ജോയിൻ ചെയ്ത് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ വരച്ചു. ഇനി നമ്മുടെ അടുത്ത പോയിന്റ്സ് നോക്കിക്കേ. അടുത്ത ഇക്വേഷന്റെ ഗ്രാഫ് നോക്കി. 0, 2. 0 എന്ന് പറയുന്ന എക്സ് ആക്സിസിലാണ്. 0 എവിടെയാണ് കിടക്കുന്നത്? 2. ഇത് വൈ ആക്സിസിൽ വരും. നമ്മൾ ഓൾറെഡി ആ പോയിന്റ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, 0, 2. ഇനി -4, 0. -4 നോക്കിക്കേ. എക്സ് ആക്സിസിൽ -4, ഇതാണ് -4 വരുന്നത്. y 0 ആയതുകൊണ്ട് ഇവിടെ തന്നെ വരുവുള്ളൂ പോയിന്റ് അല്ലെ. -4, 0. ഇനി 2, 3. ആദ്യം നമ്മൾ എക്സ് ആക്സിസിൽ 2 കണ്ടുപിടിച്ചു, വൈ ആക്സിസിൽ 3. കണ്ട, ഇതാണ് നമ്മുടെ വൈ ആക്സിസിൽ നിന്ന് നേരെ വരുന്ന 3 എന്ന് പറയുന്നത്. നോക്കിയേ, 2വിന്റെ താഴത്തേക്ക് ഇതാണ് 2, 3 എന്ന് പറയുന്ന പോയിന്റ്. ഇതാണ് വരിക. ഓക്കെ, എപ്പോഴും എക്സ് ആദ്യം കണ്ടുപിടിക്കുക. എക്സിൽ നിന്ന് നമ്മൾ വൈയിൽ നിന്ന് അത്രയും ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാറ്റി മാർക്ക് ചെയ്യുക. ഇതാണ് 2, 3 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഗ്രാഫ് പേപ്പർ ആകുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എന്നിട്ട് ആ ലൈൻസ് നമ്മൾ ജോയിൻ ചെയ്തു. അപ്പൊ നമുക്ക് 2 സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. അതിന്റെ ഇടയിൽ നിങ്ങൾ കണ്ടല്ലോ ഒരു ട്രയാങ്കിൾ, ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന ട്രയാങ്കിളിന്റെ എന്ത് കണ്ടുപിടിക്കണം? യെസ്, നമ്മുടെ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. എന്താണ് നമ്മളുടെ ഏരിയ ഓഫ് ട്രയാങ്കിളിന്റെ ഇക്വേഷൻ? ഓർക്കുന്നുണ്ടോ? വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ? യെസ്, ഹാഫ് BH ആണ്. ഹാഫ് BH ആണ് നമ്മുടെ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ബേസ് എന്ന് പറയുന്നത് ഇതാണ്, AB ആണ് നമ്മുടെ ട്രയാങ്കിളിന്റെ. ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ബേസ് AB-യും ഹൈറ്റ് എന്ന് പറയുന്നത് OC ആണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം ഹാഫ് ഇൻറ്റു AB ഇൻറ്റു OC. ഇതാണ് ബേസ് എന്ന് പറയുന്നത്, ഹൈറ്റ് എന്ന് പറയുന്നത് OC. ഇനി നമുക്ക് ഇതിന്റെ AB എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. നോക്കിക്കേ, A തൊട്ട് B വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പൊ നമ്മളിങ്ങനെ പോയിന്റ് എണ്ണിയാൽ മതി. -4ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ -3 ആകുമ്പോൾ 1, 2, 3, 4, 5. A തൊട്ട് B വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു. ഇനി ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഹൈറ്റ് OC ആണ്. നോക്കി, ഇവിടുന്ന് ഇവിടം വരെ 1 വരെ ഒരു പോയിന്റ്, 2 വരെ അടുത്ത പോയിന്റ്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, അപ്പം 1/2 ഇൻറ്റു 5 ഇൻറ്റു 2. ഇവിടെ നമുക്ക് 2ഉം 2ഉം ക്യാൻസൽ ആക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ യൂണിറ്റ് എന്ന് നമുക്ക് ഇതിന്റെ ഏരിയ കിട്ടും. ക്ലിയർ ആയാലോ? ഏരിയ എങ്ങനെ കണ്ടുപിടിക്കേണ്ടെന്ന്? ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ ഹാഫ് BH ആണ്. B എന്ന് പറയുന്നത് ബേസ് ആണ്, അതായത് AB ആണ് ബേസ് വരുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് OC ആണ്. AB കണ്ടുപിടിക്കാൻ ഇതിന്റെ ഇടയിലുള്ള പോയിന്റ്സ് എത്രയുണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്താൽ മതി. 1, 2, 3, 4, 5. അപ്പൊ ബേസ് കിട്ടി. ഹൈറ്റും അതുപോലെ തന്നെ 1, 2 ആണ് അവിടെ വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ക്ലിയർ? Okay, next question. For what value of K the pair of linear equations -3x plus 9y equal to 14, 1/3x
1/3x plus ky equal to minus 14/9 has infinitely many solutions. ഓക്കെ, നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ നമുക്ക് ഈ ഇക്വേഷനകത്ത് നിന്ന് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് എന്നാണ്. നമുക്കറിയാം ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം? കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യെസ്, a1/a2 equal to b1/b2 equal to c1/c2. ഇതാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നോക്കിക്കേ, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ a1 എന്ന് പറഞ്ഞാൽ -3 ആണ്. -3/1/3, -3/1/3 ആണ്. ഈക്വൽ ടു b1/b2 അതായത് 9/k ഈക്വൽ ടു 14/9 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഈ ഫസ്റ്റ് രണ്ട് ഈക്വൽസിനെ നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, നോക്കിക്കേ, ഇവിടെ -3 ഈ /1/3 വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. നിങ്ങൾക്ക് കാൽക്കുലേഷൻ ക്ലിയർ ആകാൻ വേണ്ടി -3/1/3. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. അപ്പൊ 1/3യുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, 3/1 ആണ് 1/3യുടെ റെസിപ്രോക്കൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു -9 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ടേമിനെ നമ്മൾ സോൾവ് ചെയ്ത് എഴുതിയേക്കുന്നതാണ് -9. then -9 ഈക്വൽ ടു 9/k. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? യെസ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ചെയ്യണം അല്ലെ. അപ്പം ഈ 9 -9 ഇൻറ്റു k ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ വെറുതെ -9 കണ്ടാൽ അതിന്റെ അടിയിൽ 1 ഉണ്ട്. ഓക്കെ, then -9k ഈക്വൽ ടു നമുക്ക് 9 എന്ന് കിട്ടി. ഓക്കെ, then k equal to 9/-9, then k equal to -1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത രണ്ടെണ്ണം കൂടെ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റ് ആണോ കിട്ടുന്നതെന്ന് അല്ലെ. ആൻഡ് ഇവിടെ നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട്. 9/k ഈക്വൽ ടു 14/9 എന്നൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് 14/9 അല്ലെ, അതായത് 14/14/9 ആണിത്. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഡിവൈഡ് ചെയ്യുന്നതിന് പകരം റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 14 ഇൻറ്റു 9/4 എന്ന് കിട്ടും. 14 ഇൻറ്റു 9/14 ആണ്. സോറി, 4 അല്ല 14. ഇവിടെ നമുക്ക് 4ഉം 14ഉം ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നോക്കിയേ, നമുക്ക് നമ്മുടെ ഇക്വേഷനകത്ത് ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു അല്ലെ. ഒരു -14/9 വരും. അപ്പൊ നമുക്കിവിടെ നമുക്കിവിടെ അപ്പൊ ഒരു -9 കിട്ടും. -9 എന്നാണ് കിട്ടുന്നത്. അപ്പൊ അതായത് നമ്മുടെ ഇക്വേഷനകത്ത് C2-നകത്ത് ഒരു മൈനസ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ മൈനസ് ആണ് നമുക്കിവിടെ -9 എന്ന് പറഞ്ഞ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് ലെഫ്റ്റിൽ കിടക്കുന്ന ആൾ ആരാണ്? 9/k ഈക്വൽ ടു -9 എന്ന് എഴുതാം. മുമ്പേ ചെയ്ത പോലെ തന്നെ -9k ഈക്വൽ ടു 9, k ഈക്വൽ ടു 9/-9, then k ഈക്വൽ ടു -1 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ മുമ്പേ ഇത് മൂന്നും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് കെയുടെ വാല്യൂ രണ്ട് രീതിയിൽ നോക്കുമ്പോഴും നമുക്ക് കറക്റ്റ് സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്, ബോർഡ് എക്സാമിന് ചോദിക്കുന്നതാണ് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടീഷൻ തന്നിരിക്കും. ഇവിടെ ചിലപ്പം ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ യുണീക് സൊല്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നോ സൊല്യൂഷൻ ആയിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആ മൂന്നെണ്ണവും നന്നായിട്ട് പഠിക്കണം. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ?
യുണീക്ക് ആണെങ്കിൽ എങ്ങനെ വരും, നോ സൊല്യൂഷൻ ആണെങ്കിൽ എങ്ങനെ വരും. അപ്പൊ ആ 3 നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. എന്നിട്ട് നമ്മൾ വാല്യൂസ് കമ്പയർ ചെയ്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മളോട് ഏതാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, സിമ്പിൾ ആണ്. ഒരു 2 or 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നന്നായിട്ട് എല്ലാവരും ചെയ്ത് പഠിക്കുക. ഇത്രയാണ് എക്സസൈസ് 3.2നെ ബേസ് ചെയ്തുകൊണ്ട് എക്സ്ട്രാ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇത് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു സെക്ഷനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.